ഹായ്! ഇന്ന് നമ്മള് മധുര വിട്ട് തിരിച്ച് പോവാണ് വീട്ടിലോട്ട്. അപ്പം അതിന് മുന്നേ ജാസ് പോവാട്ടോ. അവൾക്ക് ലീവ് ഇല്ലാത്തോണ്ട് അവള് പിന്നെ രാവിലെ ജോലിക്ക് പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്നതിന് മുന്നേ ഞങ്ങള് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. കാരണം ഇനിയും അവള് തിരിച്ച് വരുമ്പോ ഞങ്ങളിവിടെ കാണത്തില്ലല്ലോ. പിന്നെ ഇന്ന് വീട്ടിലോട്ട് പോകാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് ആ ഒരു രീതിയിലായിരുന്നു ലൂസ് മോഷൻ. കേറി ഇറങ്ങി എനിക്കറിയില്ല എത്ര അടുത്ത് ഞാൻ കേറി ഇറങ്ങി എൻ്റെ ഈ തമ്പുരാനെ എനിക്കറിയാൻ മേല എന്തോരു ബുദ്ധിമുട്ട് എന്തൊരു വെപ്രാളമായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് അതിപ്പോൾ ഇത്തിരി കുറവുണ്ട് കേട്ടോ. അങ്ങനെ ജാസ് ഇതാ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അവിടെ മാങ്ങ കൊണ്ടുവന്നു കേട്ടോ. ചിറ്റയാണെങ്കിൽ ഞങ്ങൾക്ക് തന്നു വിടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറച്ച് മാങ്ങ മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ സാധനം. അതുകൊണ്ട് ചിറ്റ കുറേ അധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ നമുക്ക് സേമിയ ഉപ്പുമാവായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതിൽ നിന്ന് ഞാൻ കുറച്ച് കഴിച്ചു. ഇനിയും ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതി. കാരണം ഇനി വീട്ടിലോട്ട് പോവുകയാണല്ലോ. പിന്നെ ട്രെയിൻ ആയതുകൊണ്ട് കുറച്ച് ഭാഗ്യമുണ്ട്. എന്നാലും ട്രെയിനിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് പിന്നെ പോകാമെന്ന് കരുതി. ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട് ഇന്നലത്തെ ട്രാവലിങ്ങും പിന്നെ മറ്റേതും ഒക്കെ ആയതുകൊണ്ട് തന്നെ. പക്ഷേ എനിക്കാണെങ്കിൽ ഋതുവിനും കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. അവൾക്കൊരു 1 വീക്കിന് മേളിലായി ഒരു ജലദോഷം പോലെ തുടങ്ങിയിട്ട്. വേറെ കുഴപ്പമൊന്നും ഇല്ല. പക്ഷെ നല്ല മൂക്കൊലിപ്പ് ഉണ്ട്. അവൾക്ക് അങ്ങോട്ട് മരുന്നൊന്നും കൊടുത്തിട്ട് മാറുന്നില്ല. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് വയ്യെങ്കിലും അങ്ങ് പോകാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകാനൊക്കെ ഇറങ്ങി. ചിറ്റയാണെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടേ ഇരിക്കുകയായിരുന്നു. നാളെ പോകാൻ പിള്ളേരെ എന്തായാലും ഇന്നും കൂടെ ഇവിടെ നില്ല്, നമുക്ക് ഇന്ന് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല, എനിക്ക് വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ദിവസമൊന്നും എവിടെയും പോയി അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. പെട്ടെന്ന് വീട്ടിൽ വരണം എന്നൊരു തോന്നലുണ്ടാവും 2-3 ദിവസം കഴിയുമ്പം തന്നെ. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും രാവിലെ ഇതാ പോകാൻ ഇറങ്ങുന്നതിന് മുന്നേ കുറച്ച് ഉലുവയും വാരി വിഴുങ്ങിയിട്ടാണ് ഇറങ്ങുന്നത്. ഉലുവ കഴിച്ചാൽ നമുക്ക് ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ അതൊരു പിടുത്തം വരും കേട്ടോ. പിന്നെ അങ്ങനെ പോവില്ല. നിങ്ങൾക്ക് അറിയാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് വയറിനൊക്കെ ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉലുവ കഴിക്കും. അതിങ്ങനെ കുറച്ചെടുത്തിട്ട് വിഴുങ്ങും വെള്ളം ഒഴിച്ച്, അന്നേരത്തേക്ക് സെറ്റ്. പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ പാൻറ്റിൻ്റെ ഈ ടോപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇട്ടേക്കുന്ന ടോപ്പാണെങ്കിൽ അത് നല്ല പ്യൂർ കോട്ടനാണ്. ഇടാൻ ഭയങ്കര സുഖമാണ്. ഫീഡിങ് മദേഴ്സിന് പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് വേറെ ഷോളൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ പാൻറ്റിൻ്റെ കൂടെ 2 എണ്ണമായിട്ട് വന്ന കോംബോ ആയിട്ടാണ് വന്നത്. അത് നല്ല സുഖമാണ് ഇട്ടുകൊണ്ട് എടുക്കാൻ വേണ്ടി. 2 ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബാദു ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ പിന്നെ പെട്ടിയും കൊണ്ട് അവനിങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പെട്ടിയും കൂടെ വെക്കാനൊരു പാടായതുകൊണ്ട് അവൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി മുട്ടായി എന്നും പറഞ്ഞ ഒരു അങ്കിളും ഒരു ആൻറ്റിയും കൂടെ കൊണ്ടുവന്ന് തന്നെയാട്ടോ. പക്ഷെ അത് കപ്പലിൻ്റെ മുട്ടായി ആയിരുന്നു, അരച്ച് ചേർത്തേക്കുന്ന കപ്പലിൻ്റെ മുട്ടായി. ഇഞ്ചിയുടെ ഒരു ടേസ്റ്റും ഇല്ല. ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചായിരുന്നു. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇത് ഇഞ്ചി മുട്ടായിയാണ്. ഞങ്ങൾ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന കളർ, അത് ഇതിനകത്ത് വേറെയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പക്ഷേ കപ്പലിൻ്റെ മുട്ടായി ആയിരുന്നു. എന്നാലും സാരമില്ല. പിന്നെ ഇത് ഋതുവിന് ആരുടെ കയ്യിലും അങ്ങനെ പോകാറില്ല. പക്ഷേ ഇതാ ഈ ചേച്ചി വിളിച്ചപ്പോഴത്തേക്ക് ആ ചേച്ചിയുടെ കയ്യിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിരിയും കളിയും ബഹളമായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇതാ പോപ്കോൺ മേടിച്ചത്, അത് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ നിന്ന് ഉള്ളി പറക്കിയൊക്കെ തിന്നായിരുന്നു. പിന്നെ അതിനായിട്ട് പാൽക്കോവ മേടിച്ചേ. അതിൽ ഒരെണ്ണം ആ ചേട്ടൻ്റെ ഇത് ഞങ്ങൾ മേടിച്ചു. ഞാൻ അത് ഇരുന്ന് തന്നെ ഞാൻ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ ആ ചേട്ടൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ആ ചേട്ടൻ്റെ ഇത് മേടിച്ചു. ആ ചേട്ടൻ തന്നെ എൻ്റെ അടുത്ത് എടുത്ത് വെച്ച് ഇഷ്ടപ്പെട്ടോ, ഇതൊട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നേ. എനിക്ക് ഭയങ്കര ടേസ്റ്റ്. ഞാൻ ആ ചേട്ടൻ്റെ അടിപൊളിയാണ് ചേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് 2ാമതും വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ചേട്ടൻ്റെ മുഖത്ത് ആ സന്തോഷം ഒന്ന് കണ്ടായിരുന്നു പാവത്തിൻ്റെ. അങ്ങനെ പിന്നെ എന്തായാലും ഒരെണ്ണം കഴിച്ചു ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. അതിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ശാലുവിന് കൊടുക്കാൻ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ചിറ്റ തന്ന് വിട്ടിട്ടുണ്ടായിരുന്നേ. ഫ്രൈഡ് റൈസ് അല്ലല്ലോ, ലെമൺ റൈസും ബീഫ് കറിയും പിന്നെ സാധാ ചോറും ഉണ്ടായിരുന്നു. 2-ന്നും കുറേശ്ശെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഋതുവിൻ്റെ കലാപരിപാടികളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുഖത്തോട്ടാണ് അവൾ കയറിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. എന്നിട്ട് അവൾക്ക് കിടന്ന് തുള്ളിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ സന്തോഷം കണ്ട് എൻ്റെ മുഖത്ത് കയറിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ കുറേ സംശയങ്ങളൊക്കെ ചോദിക്കാറില്ലേ, അത് ഞാൻ ഓരോ വീഡിയോയിലാക്കി പറയാറുണ്ട്. അതെനിക്ക് എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുമ്പം തന്നെ ആയാലും, ഇപ്പോൾ ചിറ്റയുടെ കാര്യമൊക്കെ ആണെങ്കിലും ഞാൻ അവിടെ മധുരയിൽ പോയ വ്ളോഗ് ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിറ്റ മുസ്ലിം ആണോ, എന്താണ് തലയിൽ തട്ടമിടുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുറേ പേര് ചിറ്റയുടെയൊക്കെ വീഡിയോസ് ഇടുമ്പോഴെല്ലാം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോയിൽ, അതായത് വീട്ടിൽ പോയതിൻ്റെ പിറ്റേന്ന് ഇട്ട വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് കാര്യം അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ വന്നിട്ട് ഇതേപോലെ കമൻറ്റ് ഇട്ട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളിടുന്ന വീഡിയോ
ഫുള്ളായിട്ടൊന്ന് കാണാൻ നോക്കുക അല്ലെങ്കിൽ കേൾക്കാൻ നോക്കുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാനും പറ്റത്തില്ല. വീണ്ടും നിങ്ങൾക്ക് സംശയങ്ങൾ മാത്രമായിരിക്കും. സംശയങ്ങൾ ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോയിൽ എന്താ പറയുന്നതെന്ന് കേട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് അത്രയും പറയാനുള്ളൂ. എനിക്ക് എപ്പോഴും ഇങ്ങനെ പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. ഋതുട്ടൻ കിടന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഉറക്കപ്പിച്ചയിൽ ഇതാ ചാടി എഴുന്നേറ്റ് പിന്നെ അമ്മച്ചമ്മയുടെ മടിയിലോട്ട് ഋതുട്ടൻ ഭയങ്കര ഡാൻസും ബഹളവും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൂടെ പിന്നെ മലയാളീസൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് തകൃതിയായിരുന്നു ഋതുട്ടൻ. പിന്നെ ഇതാ വരുന്ന വഴി മൊത്തവും തീറ്റിയായിരുന്നു. ഇന്നലെ മൊത്തവും തിന്നാതെ കിടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു വരുന്ന വഴിക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ തിന്നിട്ടേ ഇരിക്കുകയാണ്. വയറിന് സുഖമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ കൊല്ലത്തിറങ്ങി. അവിടുന്ന് പിന്നെ ഒരു ഓട്ടോ വിളിച്ചു. ഞങ്ങൾ നേരെ ഇതാ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. വീട്ടിൽ ചെന്ന പാടെ കുഞ്ഞനാണെങ്കിൽ അങ്ങോട്ട് സാധനങ്ങൾ പോലും എടുത്ത് വെച്ചില്ല. അതിന് മുന്നേ എന്താ കാറിൻ്റെ ചാവി എടുത്തിട്ടൊന്ന് കാറ് സ്റ്റാർട്ടാക്കി നോക്കുകയാണ്. ഒരു 4-5 ദിവസമായിട്ട് ഇത് നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോയിട്ട്, കാരണം ഓട്ടിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുകയാണ്. ഋതുട്ടനാണെങ്കിൽ അവൾക്ക് അണ്ണാരെ കണ്ണനെ കിട്ടിയപ്പോൾ ആകെ ഹാപ്പിയായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.